ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ടു വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ കുപ്പിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുപ്പിയിൽ എന്താ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാർലി ആർട്ടാണ്. അപ്പോൾ വാർലി ആർട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ബോട്ടിലേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കണേ. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും അത് കാണാനും കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തമായിട്ട് നമുക്ക് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഈ മാർക്കിൻ്റെ പുറത്തേക്ക് മൊത്തമായിട്ട് നമുക്ക് ഗ്രീൻ കളറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ആർട്ട് നമ്മൾ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കണം. അതിൻ്റെ പുറത്ത് ഈ മാർക്കിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഗ്രീനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലാക്ക് ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രീൻ ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ബാക്കിയുള്ള ഭാഗത്ത് ഈ ഒരു ഗ്രീനാണ് കൊടുക്കുന്നത്. നല്ല കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഈ വാർലി ആർട്ടിൽ ഇതുപോലെ ബ്ലാക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്ലാക്കിന് മാച്ച് ആയിട്ടുള്ള കളറും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല ഉതിപ്പുള്ള വല്ല കളേഴ്സും നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ ഒരു ആർട്ടിൻ്റെ ഭംഗി കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും കളർ അടിക്കുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓറഞ്ച്, യെല്ലോ അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനൊക്കെ എപ്പോഴും നല്ലതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഒന്ന് ഗ്രീൻ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതുപോലെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ബോട്ടിലേക്ക് നമ്മളിന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തൊന്ന് കളർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കാം. പക്ഷെ നമ്മൾ കളറൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോട്ടിൽ നമ്മൾ വരയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഭാഗം നമ്മുടെ ബോട്ടിൽ പതിയാത്തതായിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് കൊടുത്താൽ മതി. നമുക്ക് പേപ്പറൊന്ന് മാറ്റി. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പിക്ചർ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൂടെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് വൈറ്റ് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഈ ലൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വാർലി ആർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലെ ലൈൻസ് ഒന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഈ ലൈൻസുകൾ മാത്രം നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ സ്കെച്ച് എടുത്തിട്ടുള്ള പിക്ചറൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ബ്ലാക്കിനകത്ത് തന്നെ ഇതിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ബ്ലാക്കിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു പിക്ചർ നല്ല അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ലീഫ് പോലത്തെയും അതുപോലെ തന്നെ കുറച്ച് ഡോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഒരു പിക്ചർ നല്ല ഒരു അട്രാക്റ്റീവായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇപ്പോൾ ഞാനിതുപോലെ ഒരു ലീഫും അതുപോലെ തന്നെ കുറച്ച് ഡോട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പോ അല്ലെങ്കിൽ ട്രയാങ്കിളോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോട്ടിലിൻ്റെ തൊട്ട് താഴെ നമ്മുടെ വരച്ച പിക്ചറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുക്കണം. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ നമ്മൾ വരച്ച പിക്ചറിൻ്റെ ബോട്ടിൽ നെക്കിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് 2 ബോർഡർ വരച്ചു കൊടുത്തിട്ട് അതിൽ നമുക്ക് ചെറുതായിട്ട് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർലി ആർട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വാർലി ആർട്ടിൽ വരുന്ന മെയിൻ ഡിസൈൻസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഈ ഒരു ബോർഡറിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കളർ കോമ്പിനേഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീനോ റെഡോ ഓറഞ്ചോ യെല്ലോയോ അങ്ങനെ നല്ല ബ്ലാക്കിൽ നല്ല ബ്രൈറ്റായിട്ട് കാണുന്ന കളർ യൂസ് ചെയ്തിട്ട് അതിൽ വൈറ്റ് വെച്ചിട്ട് നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ മറ്റൊരു കിഡിലൻ ഐറ്റമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെ ബായ്.